ഒരു പിതാവിന്റെ ഏറ്റവും അത്യുന്നതകളിൽ നിന്നുകൊണ്ട് അങ്ങ് ആലോചിക്കുമ്പോൾ അങ്ങയ്ക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു അപരാധമാണോ ഈ പ്രതികൾ ചെയ്തു വെച്ചത്? 1% പോലും ഞാൻ മാപ്പ് കൊടുക്കില്ല. അവർക്ക് മാപ്പ് കൊടുക്കുന്നത് പറ്റി അവരെ ഏറ്റവും അവസാനം വരെ ഉള്ള ഒരു കുറ്റവാളികളെ വരെ എനിക്ക് തൂക്കുകയറിൽ കൊണ്ട് എത്തിക്കണം. തൂക്കുകയറിലെങ്കിലല്ല, അവിടെ കൊണ്ട് എത്തിക്കണം. കാര്യങ്ങളൊന്നും ഞാൻ ബഹുമാനപ്പെട്ട നീതിപീഠം പറയുന്നത് എന്താ, അപൂർവങ്ങളിൽ അത്യപൂർവം അങ്ങനെയാണ് കൊലക്കാർ കൊടുക്കുന്നത്, ശരിയാണല്ലോ. പക്ഷേ ഇതിൽ നിന്നും എന്ത് അത്യപൂർവം ഉണ്ടാവണമെന്ന് എനിക്കറിയില്ല. ഞാൻ നിയമം കൂടുതൽ പഠിച്ചിട്ടില്ല, എന്നാലും ഞാൻ പറയുക, തൂക്കുകയർ തന്നെ ഞാൻ എല്ലാവർക്കും വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോകും, ഞാൻ അതുവരെ പോകും. അതുവരെ പോകുന്ന പറഞ്ഞാൽ വ്യക്തമായി എനിക്കറിയാം ഇതൊരു കൊലപാതകമാണെന്നുള്ള 100% ഉറപ്പാണ്. എനിക്കറിയാമെന്നുള്ള ഡോക്ടർമാരുണ്ടായിരുന്നു, എനിക്കറിയാമെന്നുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, IPS കാരുണ്ടായിരുന്നു. ഞാൻ എല്ലാവരുടെ ഇത് ചോദിച്ചു, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ട് ചോദിച്ചു, സാർ എങ്ങനെയാണ് ഇത് ഇത്രയും പരിക്ക് പറ്റിയ ഒരാൾ, ആഹാരം പോലുമില്ല, 3 ദിവസമായിട്ട് ആഹാരമില്ല. നമുക്ക് തന്നെ 3 ദിവസം, ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം ഇറങ്ങി നടക്കാൻ പറ്റില്ല, 2 സ്റ്റെപ്പ് നടക്കാൻ പറ്റില്ല. ഇത് 3 ദിവസം ആഹാരമില്ല, അതിൽ കൂടെ ഇത്രയും പരിക്കുകളും, ഒരു മനുഷ്യന് എഴുതിയേക്ക് നിൽക്കാൻ പോലും പറ്റില്ല. അപ്പോഴാ ഡോക്ടർ പറഞ്ഞതാണ്, ഇത് ആരായി ശുദ്ധ മണ്ടത്തരം പറഞ്ഞത് ഇത് ആത്മഹത്യയാണെന്ന്. ഇത്രയും പരിക്ക് പറ്റിയ ഒരു കുട്ടിക്ക്, ഒരു മനുഷ്യന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. ഇത് എഴുന്നേറ്റ് നിന്നാലാണല്ലോ ഒരു ആത്മഹത്യ ചെയ്യാൻ പറ്റുന്നത്. ഒരു 2 സ്റ്റെപ്പ് അറ്റ്ലീസ്റ്റ് അവൻ്റെ ബാത്റൂം പോലും ചെയ്യാൻ പറ്റില്ല. അവിടെ വേണമെങ്കിൽ അവൻ കിടന്നുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന്. പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി, ഞാൻ അവരോടും കാണിച്ചു, ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല, ഞാൻ എല്ലായിടത്തും പ്രാന്തനെ പോലെ ഓടി കിടന്ന് ഞാൻ അന്വേഷിച്ചു ഇതെന്താണ് കാര്യമെന്ന്. അവരും പറയുന്നു ഒരു കാരണവശാലും ഈ കുട്ടി ആത്മഹത്യ ഈ സ്റ്റേജിൽ ആത്മഹത്യ ചെയ്യില്ല. ഞാൻ അത് ഉറപ്പിച്ചാണ് അത് മുതലാണ് ഞാൻ വീണ്ടും ഇതിൻ്റെ സമരത്തിനാണ്, അതിൻ്റെ ഫൈറ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. ഏത് ഉന്നതനാണെങ്കിലും ഏത് വലിയവനാണെങ്കിലും ഞാൻ കൊണ്ടുവരും, പുറത്തു കൊണ്ടുവരും. എനിക്ക് മാത്രമല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനി ഒരു കുട്ടിക്കും ഒരു ക്യാമ്പസിലും ഇത് സംഭവിക്കാൻ പാടില്ല, ഒരു അമ്മയും ഇതിന്റെ പേരിൽ കണ്ണീർ പൊഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങേ അടുത്ത ദിവസം ഈ പൂക്കോട് ഈ ഹോസ്റ്റലിൽ എത്തിയിരുന്നു. അങ്ങ് ഈ ഹോസ്റ്റൽ മുറി തുറന്നു കാണിക്കാൻ, സിദ്ധാർത്ഥന്റെ ഹോസ്റ്റൽ മുറി തുറന്നു കാണിക്കാൻ ഒരു വൈമുഖ്യം പ്രകടിപ്പിച്ചോ, ബുദ്ധിമുട്ട് പറഞ്ഞോ? അതെ, ഞാൻ അവിടെ പോയപ്പോഴേ അവർ എന്തിനായിരുന്നു അവിടെ പോയത്? ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അവിടെ കൽപ്പറ്റ വരെ പോകണമായിരുന്നു. അത് പ്രത്യേകിച്ച് അവിടെ രാഹുൽ ഗാന്ധി അവിടെ വരുന്നു, അവിടുത്തെ MP. ഞാൻ എല്ലാവർക്കും അതിന്റെ നിവേദനവും പരാതി എല്ലാം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി കണ്ടു, ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇതിനു വേണ്ടി, ഈ കേസിന് വേണ്ടിയിട്ട് ന്യായമായിട്ട് ചെയ്യാനുള്ള എല്ലാ സഹായവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഉറപ്പും തന്നു. ഞാൻ രാഹുൽ ഗാന്ധി മാത്രമല്ല കാണാൻ പോയത്, ഞാൻ VD സതീശനെ കാണാൻ പോയി, V മുരളീധരൻ സാറിനെ കാണാൻ പോയി, ചന്ദ്രശേഖർ സാറിനെ കാണാൻ പോയി, പ്രകാശ് ജാവദേക്കർ സാറിനെ കാണാൻ പോയി, മുഖ്യമന്ത്രിയെ കാണാൻ പോയി. മുഖ്യമന്ത്രിയെ കാണാൻ പോയിട്ടാണ് CBI അന്വേഷണത്തിന് വേണ്ടി പോയി. അത് വേറെ കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനമെന്നുള്ള ബഹുമാനപ്പെട്ട ഗവർണർ, അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേസിന് വഴിത്തിരിവ് ഉണ്ടാക്കിയത്. ഇവരെല്ലാം കാണാൻ പോയി. അതുപോലെ ഞാൻ രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി. എനിക്ക് അവിടുത്തെ സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ എനിക്ക് അദ്ദേഹത്തിന് ഒരു പരാതി കൊടുക്കണം. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് അവിടെയും കൂടെ ഒന്ന് കയറണമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു അവസാനമായിട്ട് അവൻ കിടന്ന മുറി ഒന്ന് കാണണം എനിക്ക് തോന്നി. അങ്ങനെ കാണണം, കണ്ടിട്ട് പോകണം. അവിടെ രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുമ്പോൾ അങ്ങയുടെ മനസ്സിൽ ഈ ഹോസ്റ്റലിലേക്ക് പോകുന്ന കാര്യമില്ലായിരുന്നു അല്ലേ? ഈ കോളേജിൽ പോകുന്ന കാര്യമില്ലായിരുന്നു. എനിക്ക് തോന്നിയത് അല്ലേ? ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ കോളേജിന്റെ നടയിൽ കൂടെ വണ്ടി പോകുന്നത് ഇങ്ങനെ ഒരു ബോർഡ് കണ്ട് ആ സമയത്ത് എന്തോ എന്നെ നെഞ്ചു പിടയും പോലെ തോന്നി. ഞാൻ ഒരു പ്രാവശ്യം മുമ്പ് പോയിട്ടുണ്ട് അവിടെ, അത് കഴിഞ്ഞ വർഷമാണ് പോയിട്ടുള്ളത്. അവനെ വിളിക്കാനായിട്ടും നല്ല സന്തോഷമായിട്ട് അവിടെ ഒരു ലോഡ്ജൊക്കെ, ഒരു റിസോർട്ട് പോലെ റൂമൊക്കെ എടുത്ത് താമസിച്ചതാണ്. ഇത് ഞാനിങ്ങനെ കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴും വണ്ടിയിൽ പോകുമ്പോഴും എൻ്റെ മനസ്സാകപ്പാടെ പതറിപ്പോയി. ഞാൻ അവിടെ ചെന്നിട്ട് തീരുമാനിച്ചു തിരിച്ചു പോകുമ്പോൾ അവൻ അവസാനമായി കിടന്ന റൂം ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. തിരിച്ചു വന്നപ്പോഴേ ഞാൻ അവിടെ കൂടെ കണ്ടിട്ട് പോകാം, അവൻ്റെ റൂമൊന്ന് കാണണം, വേറെ ഒന്നും വേണ്ട. അവസാനമായി കിടന്ന അവൻ്റെ കട്ടിലൊന്ന് കാണണം, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും തിങ്സോ സാധനങ്ങളുണ്ടെങ്കിൽ അത് കാണണം. അതുമായിട്ട് അവിടെ പോയപ്പോൾ അവർ പറയാ, അവിടെ പോയപ്പോൾ ഡീനുണ്ട്, പുതിയ ഡീന്, അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും ഓടിക്കൊണ്ട് വന്നു. എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നല്ല, അതെ, ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ഒരു സഹായം ചോദിച്ചു. എനിക്ക് അവിടെ വരെ പോകണം, എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ സമ്മതിക്കില്ല. അദ്ദേഹം പറഞ്ഞു ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് രാഹുൽ ഗാന്ധിയോട് അവരൊക്കെ പോട്ടെ, അല്ലെങ്കിൽ കുറച്ച് 1 മണിക്കൂർ നോക്കാം, നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു വേറെ ഒന്നും വേണ്ട, എനിക്ക് അകത്തൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്താൽ മതി. അദ്ദേഹം സമ്മതിച്ചു. അവിടെ പോയപ്പോഴും അവിടുത്തെ സ്റ്റാഫുകളും ഡീനും എല്ലാവരും പറയുക എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് അകത്ത് പോകണമെന്നല്ല, സിദ്ധാർത്ഥൻ്റെ റൂം ഒന്ന് കാണണം, വേറെ ഒന്നും വേണ്ട. അവർ പറയാ റൂം സീൽ ചെയ്തേക്കുക, റൂം കാണാൻ പറ്റില്ല, അങ്ങനെ കാണാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു റൂം ആര് സീൽ ചെയ്തിരിക്കുന്നു? പോലീസ് സീൽ ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ നിൽക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറില്ല, ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഈ റൂമുകളല്ല. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആ റൂം കാണാം, അതിൽ പാഡ് ലോക്കായിട്ടേക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത് ലോക്കാണല്ലോ ഇട്ടേക്കുന്നത്, അത് സീൽ ചെയ്തിട്ടില്ലല്ലോ, പോലീസ് സീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലല്ലോ എന്ന് ചോദിച്ചു.
പോലീസിലാണെങ്കിൽ ഓക്കെ, ഞാൻ തിരിച്ചു പോവാം, എനിക്ക് പോലീസിൽ പേരിച്ചകത്ത് പോകണ്ട, അത് നിയമപരമല്ല. ഞാൻ ചോദിച്ചു അതൊന്ന് അകത്ത് കയറാം, എനിക്ക് ജസ്റ്റ് ഒന്ന് കാത്ത് കണ്ടാൽ മതി, നിങ്ങൾ സീലാണെന്ന് പറഞ്ഞു. അല്ല, അവർ പിന്നെ പറഞ്ഞു എന്താ, പോലീസ് പറഞ്ഞു ലോക്ക് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ, ലോക്ക് ചെയ്താ, ലോക്ക് ചെയ്തു. താക്കോൽ ആരുടെ ഇരിക്കുന്നത്, ചാവി ആരുടെ ഇരിക്കുന്നത്? ചാവി ഞങ്ങളെ ഇരിക്കുന്നു. ഞാൻ അറിയാതെ ചോദിച്ചു പോയി, അത് കള്ളൻ്റെ കയ്യിൽ തന്നെ താക്കോൽ കൊടുത്തിട്ട് പോലീസ് പോയോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു അവിടെ നിന്ന്, ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല, എനിക്ക് എൻ്റെ ആ മാനസികാവസ്ഥയിൽ ഞാൻ ചോദിച്ചു. അവരൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞ് ഇപ്പുറത്തെ മുറി അവനെ നിങ്ങൾ കൊന്ന് കെട്ടിത്തൂക്കിയ റൂമാണ് ഇപ്പുറത്തെ റൂം, നമ്പർ 21 എന്നുള്ളത്. അങ്ങനെ 21. ഞാൻ അതാ ചോദിച്ചു. ഞാൻ പറഞ്ഞു അവനെ നിങ്ങളെല്ലാം കൂടെ കൊന്ന് കെട്ടിത്തൂക്കിയ റൂം എനിക്ക് കാണണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചു. ഞാൻ അവൻ്റെ റൂം, അവൻ്റെ ഡോർമെറ്ററി റൂം കണ്ടാൽ മതി. അവർ പിന്നെ സമ്മതിക്കില്ല. അവർ പറഞ്ഞു അത് എന്തുകൊണ്ടാണ് അവർക്ക് അത് വിഷമമായി തോന്നിയത് സമ്മതിക്കാൻ? അപ്പൊ വന്നിരിക്കുന്നത് മരിച്ച സിദ്ധാർത്ഥന്റെ അച്ഛനാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം, ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ സോൾവ് ചെയ്ത് തരാം. എന്തുകൊണ്ടെങ്കിൽ പറ്റുന്നില്ല, ഇപ്പൊ ഞാൻ തിരിച്ചു പോകാം, പക്ഷെ പോലീസ് സീൽ ചെയ്തിരിക്കുന്ന റൂമാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാം, ഞാൻ ഉറപ്പ് പറഞ്ഞു. പക്ഷെ പോലീസ് സീൽ ചെയ്തിട്ടില്ല, അതിന് പൂട്ടി താക്കോൽ നിങ്ങളെ കയ്യിൽ വെച്ചേക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതൊക്കെ പറഞ്ഞത് ഡീനല്ല, അതിൽ ഇപ്പോഴും അതിന്റെ ഹോസ്റ്റലിന്റെ വാർഡനായിട്ട് വെച്ചിട്ടുണ്ട്. വാർഡനല്ല, ഒരു ഇൻചാർജായിട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അവിടുത്തെ ജീവനക്കാരനാണ്. ഡീൻ അവിടെ വന്നിട്ടുണ്ട്, ഡീനും ഒരു ലേഡിയാ, അവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. ബാക്കി സ്റ്റാഫുകളെല്ലാം ഉണ്ട് അവിടെ. അവർ മുമ്പ് വെച്ചാൽ ഞാൻ ചോദിച്ചത്. അപ്പോഴും വീണ്ടും പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ പെർമിഷൻ വേണം. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ പോലീസിനെ വിളിക്കൂ, ഞാനിവിടെ ഉണ്ട്, ഞാൻ നിൽക്കാം. നിങ്ങൾ പോലീസിനെ വിളിക്കും, ഞാൻ പോലീസിനെ വിളിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാണാൻ തടസ്സം, നിങ്ങൾ പോലീസിനെ വിളിക്കും, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അവർ പറഞ്ഞു, അവർ കുറച്ച് 2-3 മിനിറ്റ് ആലോചിച്ചു, അവർ തോന്നി കൂടി നിന്ന് ആലോചിച്ച്. ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിക്കുന്നോ ഇല്ലയോ, ഞാൻ ഇതിനു വേണ്ടിയാണ് വന്നത്. അപ്പോൾ അവർ പോലീസിനെ വിളിച്ചു. പോലീസ് ഒരു 5 മിനിറ്റ് ആയപ്പോൾ അവർ വന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹം പോലീസ് വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് തുറക്കാമല്ലോ. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത് വെച്ച് തന്നെ ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തോട് വിളിക്കൂ, എൻ്റെ പ്രസൻസിൽ നിങ്ങൾ തുറന്നു തന്നാൽ മതി, ഇനി ഞാൻ അകത്ത് കയറി വല്ലതും ചെയ്തെന്നുള്ളതും വേണ്ട. അകത്ത് കയറി എല്ലാം തുറന്നു തന്നു. അവൻ്റെ ബെഡ് ഞാൻ കണ്ടു, അവൻ്റെ കട്ടിൽ കണ്ടു, അതിൽ ബെഡില്ല. ഞാൻ ചോദിച്ചു ഇതാണ് സിദ്ധാർത്ഥ, ഈ സാധനങ്ങളൊക്കെ അവിടെ അലങ്കോലമായി കിടക്കുകയായിരുന്നു? എല്ലാം അലങ്കോലമായി കിടക്കുകയാണ് അവിടെ. അത് കുറെ താമസിച്ചിരുന്നത് ഞാൻ ചോദിച്ചു, ഈ റൂമിലല്ല ആരൊക്കെ, എനിക്കറിയാം ആ റൂമിൽ ആരൊക്കെ താമസിച്ചിരുന്നത്, എനിക്ക് നല്ലവണ്ണം അറിയാം. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു ഈ റൂമിൽ ആരൊക്കെ താമസിച്ചിരുന്നത്, 4 ബെഡുണ്ട് അവിടെ, അവർക്കറിയില്ല. അത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ആരോട് പറയാം, ഇതിൽ അക്ഷയുടെ റൂമല്ലേ ബെഡല്ലേ ചേർന്ന് കിടക്കുന്നത്? അവർ മിണ്ടിയില്ല. അത് റഹാന്റെ ബെഡല്ലേ, അത് ഡാനിഷിന്റെ ബെഡല്ലേ, 3-4 പേരാണ് അവരുള്ളത്. അത് എനിക്കറിയാം, നമുക്കറിയില്ല. അപ്പുറത്തെ റൂം ഇപ്പുറത്തെ റൂമോ മാറിക്കിടക്കും. പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്ന ഈ കേസിൽ പ്രതികളായതെല്ലാം അല്ല, കേസിൽ പ്രതികൾ എല്ലാവരും ആ റൂമിലാണ്. 2 പേര് ഇപ്പൊ ജയിലിൽ കിടക്കുക. ഈ അക്ഷയ, റഹാനും ഡാനിഷും ജയിലിൽ. ഇപ്പൊ കൊലപാതകത്തിന് ഏറ്റവും കൂടുതൽ യവനും മർദ്ദിച്ചത് അവർ 2 പേരാ. ഈ അക്ഷയും കൂടെ നിന്ന്, പക്ഷെ അക്ഷയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അക്ഷയ ഇതുവരെയും പ്രതി ചേർക്കാതെ കിട്ടിയേക്കുക. അതിന് ഞാൻ ചോദിച്ചു ഇവരുടെ ബെഡ് അല്ലേ ചോദിച്ചു. അപ്പോൾ അവർക്ക് അറിയില്ല എന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ട് അറിയില്ല, നിങ്ങൾക്ക് ഇതൊരു മെഡിക്കൽ കോളേജ് അല്ലേ? ഞാൻ ചോദിച്ചു ഇതൊരു വെറ്റിനറി കോളേജ് ആണെങ്കിൽ പോലും ഒരു മെഡിക്കൽ കോളേജിൻ്റെ അതേ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലമാണത്. നിങ്ങൾക്കൊരു കുട്ടി ഇവിടെ കിടക്കണമെന്നറിയില്ല, ആര് വരണമെന്നറിയില്ല, ആര് പോകണമെന്നറിയില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല. ഒരു മീൻ മാർക്കറ്റ് പോലെയാണ് നിങ്ങൾ പെരുമാറണമെന്ന് ആ സമയത്ത് ഞാൻ ചോദിച്ചു പോയി. തെറ്റായിരുന്നു, പക്ഷേ എനിക്ക് ചോദിക്കേണ്ടി വന്നില്ല. അങ്ങയെ ഇന്നത്തെ ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഒരു മകൻ നഷ്ടപ്പെട്ട പിതാവിന്റെ വേദന നഷ്ടപ്പെട്ടവർക്കേ മനസ്സിലാവും. അത്രേ ഉള്ളൂ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചു പോയത്. ഞാൻ സംയമനം പാലിച്ചാ ചോദിച്ചത്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ